ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പപ്പീസും അതുപോലെ ഒരുപാട് മറ്റ് പെറ്റ്സുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ്. നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 30 ദിവസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 5000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പെറ്റ് ഡോഗായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ലാബ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 30 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കരുനാഗപ്പള്ളി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCI 11,000 രൂപയാണ് ഈ പപ്പീസിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ പേരൻസിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 11,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. കരുനാഗപ്പള്ളി എന്ന ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് വന്നിരിക്കുന്നത് പേരൻസ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അഡൾട്ട് പെയറുകളാണ് വന്നിരിക്കുന്നത് ലുട്ടിനോടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് 1800 രൂപയാണ് ലുട്ടിനോടെ അഡൾട്ട് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലുട്ടിനോടെ അഡൾട്ട് പെയറിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. നല്ല അടിപൊളി പെയേഴ്സാണ് വന്നിരിക്കുന്നത്. 1800 രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബീഗിളിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച് ഫാദറിൻ്റെ ഫോട്ടോ ആണ്. ഇത് വന്നിരിക്കുന്നത് മദറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്ത് KCI ഉള്ള ഫീമെയിൽ പപ്പിയാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 14,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. വിത്ത് KCI ഉള്ളതുണ്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. വിത്ത് KCI ഉള്ളത് 14,000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ആൽബിനോ ഗൗരാമിയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ആൽബിനോ ഗൗരാമി അത്യാവശ്യം വലിപ്പമുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ നല്ല അടിപൊളി 2 ഗൗരാമികളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഗൗരാമികളാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പ്രാവുകളാണ്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫ്രില്ലിൻ്റെ ഒരു പെയർ ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ഫ്രില്ലിൻ്റെ പെയറിനായിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഫ്രില്ല് ക്വാളിറ്റിയുള്ള ഫ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിന് നല്ല ഫ്രില്ല് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ബേഡുകളൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പെയറിന് 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഫ്രില്ലിൻ്റെ അഡൾട്ട് പെയർ. അതേപോലെ തന്നെ അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്സ് 3500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ 3500 രൂപ ചോദിക്കുന്നുള്ളൂ. ബ്രീഡിംഗ് പെയർ വിത്ത് 2 ചിക്സ്. നല്ല ബൂട്ട് ക്വാളിറ്റിയും അതുപോലെ നല്ല ടെയിൽ ക്വാളിറ്റിയൊക്കെ ഉള്ള ചിക്കൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കോക്ടെയിൽസാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല അടുത്ത് തുറവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്.
ഒരു ലുട്ടിനോയും ഒരു പേളുമാണ് വന്നിരിക്കുന്നത്. 2700 രൂപയാണ് ഈ രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നുള്ളൂ. 2700, 2700. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പ്രാവുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം അടുത്ത് പെരുമ്പലാവാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അമേരിക്കൻ ഫാൻറ്റെയിൽസിൻ്റെ സെമി അഡൾട്ടാണ് വന്നിട്ടുള്ളത്. 1600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റിയും അതുപോലെ ടെയിൽ ക്വാളിറ്റിയൊക്കെ ഉള്ള ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. കുന്നംകുളം പെരുമ്പിലാവാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഡാഷ് ഹണ്ടിൻ്റെ അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ള മെയില്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ഈ മെയിൽ ഡോഗിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് വിളിക്കാവുന്നതാണ്. 3500 രൂപയാണ് ഡാഷ് ഹണ്ടിൻ്റെ മെയിൽ ഡോഗിന് ചോദിക്കുന്നത്, 2 വയസ്സ് പ്രായമുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് ഒരു സിലിമൺ കൊനൂറാണ് സെയിൽ വന്നിരിക്കുന്നത്. 1 വയസ്സും 4 മാസം പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഈ കൊനൂറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. കൊനൂറിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നാടൻ കോഴികളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അഡൽട്ടാണ്, എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴികളാണ് 2 അതിൽ ഒരെണ്ണം മെയിലും. ഇതിന് പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണ് വന്നിരിക്കുന്നത്. ലുട്ടിനോ പെയ്ഡ് 1300 രൂപയും ലുട്ടിനോയ്ക്ക് 1200 രൂപയാണ് ചോദിക്കുന്നത്. ഹാൻഡ് ഫീഡിങ് ചിക്സ് തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകൾ പ്രാവുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെയറിന് വന്നിരിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനൊക്കെ ഉള്ള പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഈ പെയറിൻ്റെയും റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഓവർലൈറ്റ് കളർ പെയർ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് പെയറാണ് വന്നിരിക്കുന്നത്. 4500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓവർലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിലുള്ള പ്രാവുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊന്ന് ഓപ്ലൈൻ ഫാൻറ്റെയിലിൽ ചിക്സാണ് വന്നിരിക്കുന്നത്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റിയും ഒക്കെ ഉള്ള ചിക്സാണ് വന്നിരിക്കുന്നത്. ഓപ്ലൈൻ 2500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് ഒരു ലാബിൻ്റെ അടിപൊളി ഫീമെയിൽ പപ്പിയും സെയിലിന് വന്നിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ പിങ്ക് നോസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്. പിങ്ക് നോസ് 7000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഫീമെയിൽ പപ്പി. നോസ് വന്നിരിക്കുന്നത് പിങ്കാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ 2 ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഫാദറിൻ്റെയും മദറിൻ്റെയും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. വിത്ത് KCI ഉള്ള നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസാണ് വന്നിട്ടുള്ളത്. ഹസ്കിയുടെയൊക്കെ ബ്രീഡിങ്
പർപ്പസിനൊക്കെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് വിത്ത് KCI ഉള്ള ഫീമെയിൽ പപ്പീസ്. 26,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കളറും അതേപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഹസ്കിയുടെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചാലക്കുടിയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. 26,000 രൂപ വിത്ത് KCI ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. പല വെറൈറ്റികളും വന്നിട്ടുണ്ട്. ഇതിന് ഏതെടുത്താലും പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നത്. അഡൽട്ട് ആണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ആഫ്രിക്കൻ ലവ് ബേഡ്സൊക്കെ ഉണ്ട് ഇതിൽ കൊടുക്കാനായിട്ട്. നല്ല റേറ്റ് കുറവിനാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അഡൽട്ട് പെയേഴ്സ് ഉണ്ട് ഇതിൽ. ബ്രീഡിങ് പെയറുകളുണ്ട് ഇതിൽ. എഗ് ചെയ്തിരിക്കുന്നുണ്ട്. പീസ് റേറ്റ് 750 രൂപ. നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകൾ. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോസൊക്കെ വിത്തിൻ 2 days തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ അയക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. 7,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ പപ്പീസ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അവിടെ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ പപ്പീസും അതേപോലെ തന്നെ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസും വന്നിട്ടുണ്ട്. ഒരു മെയിൽ പപ്പിയാണ് സെയിലിന് വന്നിട്ടുള്ളത്. 3,000 രൂപയാണ് സ്പിറ്റ്സിൻ്റെ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത്. ഇതാണ് പപ്പി വന്നിരിക്കുന്നത്, മെയിൽ പപ്പി. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് അഡൽട്ട് ഡോഗിലാണ് സെയിലിൽ വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായം. 1 ലിറ്റർ എടുത്താണ് 7 പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 16,000 രൂപയാണ് ചോദിക്കുന്നത്. 16,000 ആണ് ചോദിക്കുന്നത്. 16,000 രൂപ ഫീമെയിൽ ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡ്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ളൂ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഗോൾഡൻ റിട്രീവറിൻ്റെ മെയിൽ 4,000 രൂപ. സ്റ്റഡ് ചെയ്യിച്ചിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് രാജപാളയത്തിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞാണ് സെക്കൻഡ് ഹീറ്റ് ആവാറായതാണ്. രാജപാളയത്തിൻ്റെ ഫീമെയിൽ സെക്കൻഡ് ഹീറ്റ് ആവാറായത്. 15,000 രൂപയാണ് ചോദിക്കുന്നത്. 15,000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നൊരു ഫീമെയിൽ കിറ്റാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീമെയിൽ കിറ്റാണ് വന്നിരിക്കുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ. 3,000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പഗ്ഗിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. 14 മാസമായിട്ടുള്ള പഗ്ഗിൻ്റെ നല്ല അടിപൊളി ഒരു ഫീമെയിൽ. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫീമെയിൽ 14 മാസമായത് 5,000 രൂപ കേട്ടോ. അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. അമേരിക്കൻ പുള്ളിയാണ് വന്നിരിക്കുന്നത്. 6 മാസം പ്രായമായത് ഒരു മെയിലും ഒരു ഫീമെയിലും. ഫസ്റ്റ് കാണിച്ചത് മെയിലാണ്, ഇത് ഫീമെയിൽ. 6 മാസം പ്രായമായതാണ് അമേരിക്കൻ പുള്ളി.
ഒരെണ്ണത്തിന് ചോദിക്കുന്ന റേറ്റ് 18,000 രൂപയാണ് ചോദിക്കുന്നത്. 18,000 ആണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത്. മെയിലിനും ഫീമെയിലിനും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയാണ് വന്നിട്ടുള്ളത്, 6 മാസം പ്രായമായത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. ഫസ്റ്റ് കാണിച്ചത് ഫാദറാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് മദറും പപ്പീസും. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 25 ദിവസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും. ഒരു പപ്പിക്ക് 8,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 8,000 റുപ്പീസാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. തിരുവനന്തപുരം ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഇന്ന് പപ്പീസുകളൊക്കെ നമുക്കിന്ന് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ തുടക്കത്തിലും വീഡിയോയുടെ അവസാനവും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവിന് പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നത്. നാടൻ പ്രാവുകൾ അതേപോലെ ക്രോസ് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സുൽത്താൻ ബത്തേരി, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ ആ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക. അതിൻ്റെ റേറ്റ്, അതിൻ്റെ പപ്പീസൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസൊക്കെ അയക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എന്തായാലും അയക്കണം. എന്നാലാണ് പെറ്റ്സിനൊക്കെ മറ്റുള്ളവർക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് റോഡ് വീലറിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 3 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. 2.5 മാസം കഴിഞ്ഞാണ് പപ്പീസ്. 7,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 7,000 രൂപ. വിത്തൗട്ട് KCI 7,000, വിത്ത് KCI വേണമെങ്കിൽ 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. 3 ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ റോട്ടിൻ്റെയൊക്കെ നല്ല പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിന് ലോ ബഡ്ജറ്റിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഫീമെയിൽസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലോ ബഡ്ജറ്റിലൊക്കെ നല്ല അടിപൊളി ഗാർഡിയൻ ഡോഗായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡോഗാണ് റോഡ് വീലർ. 7,000 രൂപയാണ് ഒരു പപ്പി ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളൂ. ഫീമെയിൽസ് മാത്രമാണ് സെയിലിനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് 400 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നാടൻ കോഴികൾ നല്ല അടിപൊളി ഫീമെയിൽസ് അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 400 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ നാടൻ കോഴികൾ, ഫാൻസി കോഴികൾ, മറ്റ് ഐറ്റംസൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് അയക്കാൻ ശ്രമിക്കുക മാക്സിമം. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പഗ്ഗിൻ്റെ ഒരു മെയിൽ പപ്പിയും അതേപോലെ ടെറിയറിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായത്. അപ്പോൾ പഗ്ഗിൻ്റെ മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 7,000 രൂപയും അതേപോലെ ടെറിയറിൻ്റെ മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 4,500 രൂപയാണ് ചോദിക്കുന്നത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. പഗ്ഗും അതേപോലെ ടെറിയറും രണ്ടും മെയിൽ പപ്പീസാണ് വന്നിട്ടുള്ളത്. രണ്ടിനും 2 മാസമാണ് പ്രായമായിട്ടുള്ളത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. സിൽവർ ലൈസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്, എഗ്ഗിങ് പെയർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,200 രൂപയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് സിൽവർ ലൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാനാണ്.
നല്ല അടിപൊളി ഫാൻസി കോഴികൾ, നല്ല പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് കുറവിനാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തുറക്കുന്നുണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നമ്പർ. വാട്സപ്പിലേക്ക് വീഡിയോസും അതിൻ്റെ പെറ്റ്സിൻ്റെ ഡീറ്റെയിലൊക്കെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.